ഹായ് ഫ്രണ്ട്സ്, മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വീടുകളില് ഓഫീസിലൊക്കെ ഇ.ഡി. റെയ്ഡ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമല്ല, അദ്ദേഹം ബന്ധപ്പെട്ട പലരുടെയും വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. വരാൻ എന്തേ ഇത്ര വൈകി എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. BJP വളരെ തന്ത്രപൂർവ്വം ചെയ്തു. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന് ഒരു രക്തസാക്ഷി പരിവേഷം ലഭിച്ചേനെ, ജനവികാരം അനുകൂലമായേനെ. അതിലുപരി ജനവികാരം BJPക്ക് വിരുദ്ധമായി വന്നേനെ. അത് അവിടെ ഇലക്ഷൻ സാധ്യതകളെ ബാധിച്ചേനെ. ഇപ്പോ ഇതാ അധികാരം പോയി, എല്ലാം നഷ്ടപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന CPM-നും ആ മുൻ മുഖ്യമന്ത്രിക്കും ഒക്കെ ഒന്നും പറയുവാനില്ല. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം ഉണ്ടായാൽ ആരും ചോദിക്കാനുമില്ല. പിന്നെ പാർട്ടിക്കാരെങ്ങനെ പറയും, ന്യായീകരിക്കും, ആ ശക്തി വിരോധം തീർക്കുകയാണെന്നൊക്കെ പറയും. അത് വലിയ കാര്യമൊന്നുമില്ല. അന്വേഷണത്തെ അധികം ആരും കുറ്റപ്പെടുത്തുകയുമില്ല. അതിലെല്ലാം ഉപരി കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. എക്സാലോജിക്ക്, CMR-ല്, കരിമണൽ കർത്ത, അദ്ദേഹമായിട്ടുള്ള ബന്ധം, ധനമിടപാട്, സോഴ്സ് ഓഫ് ഇൻകം, അങ്ങനെ ഒരുപാട് അൺപ്ലസന്റ് ക്വസ്റ്റ്യൻസിന് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. ഇവിടെ കൊണ്ട് തീരുകയുമില്ല. ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി അന്വേഷണങ്ങളുടെ നീണ്ട പരമ്പരയായിരിക്കും. അതിനെ ന്യായീകരിച്ച് സഖാക്കന്മാരും അടുക്കും എന്നുള്ളതല്ലാതെ അന്ത്യമില്ലാത്ത അന്വേഷണം ഇവിടെ ആരംഭിക്കുകയാണ്. എന്താണെങ്കിലും ഇത് എവിടം വരെ ചെന്നെത്തുമെന്ന് കത്തിരുന്ന് കാണാം. താങ്ക് യു.